ദാവും പുത്രനും പരിശുദ്ധറുഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമീൻ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ, നിങ്ങളേവരെയും വളരെ വിനീതമായി പ്രഭാതവചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ മാസത്തെ 7-ാം ദിവസം, ഈ വർഷത്തെയും 7-ാമത്തെ ദിവസം. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് യോഹന്നാൻ സ്നാപകന്റെ ശിരച്ഛേദനം എന്ന് അതിനെ നമ്മൾ ആചരിക്കുന്ന ദിവസം, ജനുവരി 7. ഇന്ന് വിശുദ്ധ കുർബാന ഉള്ള ദേവാലയങ്ങളിൽ എവൻഗേലിയൻ മേശയിൽ വായിക്കുവാൻ പോകുന്നത് ലൂക്കോസ് എവൻഗേലിസ്റ്റുകാരുടെ രക്ഷാസുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 14 വരെയും 19-20 വാക്യങ്ങളും, മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വേദഭാഗവും ആയിരിക്കും. സക്കറിയ പുരോഹിതന്റെയും എലിസബത്തിന്റെയും മകനായി യോഹന്നാൻ ജനിച്ചു. യേശുക്രിസ്തുവിന്റെ ജനനത്തിന് 6 മാസം മുമ്പായിരുന്നു യോഹന്നാന്റെ ജനനം. AD 1-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ അഥവാ BC 5-ൽ യഹൂദ്യ ദേശത്തെ എൻകരീം എന്ന സ്ഥലത്താണ് യോഹന്നാൻ ജനിച്ചത്. ഈ സ്ഥലം യെരുശലേമിന് ഏതാണ്ട് 6 മൈൽ പടിഞ്ഞാറ് മാറി സ്ഥിതി ചെയ്യുന്നു എന്നും ചരിത്രകാരന്മാർ പറയുന്നു. വിശുദ്ധ യോഹന്നാൻ സ്നാപകൻ കർത്താവിന്റെ മുന്നോടിയാണ്. കർത്താവിന്റെ വഴിയൊരുക്കുന്നതിന് ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടെ വന്നവനാണ്. യോഹന്നാനെ കുറിച്ചും യേശുവിന്റെ സാക്ഷ്യം ശ്രദ്ധേയമാണ്. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവർ ആരും എഴുന്നേറ്റിട്ടില്ല എന്നാണ് കർത്താവ് സ്വയം പറഞ്ഞതെന്ന് നമുക്ക് ഏവർക്കും അറിയാം. യോഹന്നാന്റെ വസ്ത്രം ഏലിയാവിനെ പോലെ ഒട്ടകരോമം കൊണ്ടുള്ളതും അരക്കട്ട തോൽ കൊണ്ടുള്ളതുമായിരുന്നു. അദ്ദേഹത്തിന്റെ ആഹാരമോ കംസയും, അതായത് ഒരിനം കിഴങ്ങ്, കാട്ടു തേനും ആയിരുന്നു എന്ന് ബൈബിൾ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ യോഹന്നാൻ സ്നാപകനെ ക്രിസ്തുവുമായി താരതമ്യം ചെയ്യുന്നുണ്ട്. കർത്താവിനെ മണവാളനും യോഹന്നാനെ മണവാളന്റെ സ്നേഹിതനായും ചിത്രീകരിച്ചിരിക്കുന്നു. യോഹന്നാൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്കായിരുന്നു, എന്നാൽ യേശു ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നാൽ യോഹന്നാൻ കർത്താവിന്റെ വഴി നേരെയാക്കുവിൻ എന്ന് പറയുന്ന ശബ്ദമായിരുന്നു. യേശു ക്രിസ്തുവിന്റെയും യോഹന്നാന്റെയും ജനനത്തിൽ സമാന്തരങ്ങളായ പല സംഭവങ്ങളും കാണാവുന്നതാണ്. ദൂതന്റെ അറിയിപ്പ്, ഗർഭധാരണം, ജനനം, ആശംസാ ഗാനങ്ങൾ, അവരുടെ ഭാവിയെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ എന്നിവ അതിൽ ഉൾപ്പെടുന്നു. യോഹന്നാൻ സ്നാപകൻ യേശു ക്രിസ്തുവിന്റെ മാതുലപുത്രനായിരുന്നു. യോഹന്നാൻ ദൈവത്തിന് നാസീറായി വ്രതമെടുത്തിരുന്നു. യോഹന്നാൻ തിബിരിയോസിന്റെ വാഴ്ചയുടെ 15-ാം വർഷം തന്റെ ദൗത്യ നിർവഹണം യോർദാന്റെ കരയിൽ ആരംഭിച്ചു. യോഹന്നാൻ ശാലോമിനരികത്ത് ഐനോൻ മുതൽ ജെരിഹോവിന് കിഴക്കുള്ള യോർദാൻ താഴ്വരയിൽ പ്രസംഗിച്ച് നടന്നു. മരുഭൂമിയിൽ എന്ന പ്രയോഗത്തിൽ നിന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ ആൾപ്പാർപ്പില്ലാത്ത എന്നല്ല, മറ്റു പട്ടണങ്ങളെ അപേക്ഷിച്ച് ആളുകൾ വളരെ കുറച്ച് മാത്രം താമസിക്കുന്നു എന്നാണ് അർത്ഥമാക്കേണ്ടത്. മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും. യെശയ്യാ 35-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നത് എന്ന പ്രവചനമാണ് ഇവിടെ നിവൃത്തിയാകുന്നത്. യോഹന്നാന്റെ വളർച്ചയുടെ നിർണായകമായ കാലഘട്ടം യഹൂദ്യ മരുഭൂമിയിൽ ആയിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും. അവിടെ എസനീസ് സന്യാസികളുടെ സമൂഹമായി ബന്ധപ്പെട്ടതായിരിക്കാം അദ്ദേഹത്തിൻ്റെ വളർച്ചയുടെ ആരംഭകാലം എന്ന് നമുക്ക് അനുമാനിക്കാം. എസനീസ് സന്യാസികൾ BC 2-ാം നൂറ്റാണ്ട് മുതൽ AD 1-ാം നൂറ്റാണ്ട് വരെ നിലനിന്നിരുന്ന ന്യായപ്രമാണം കർക്കശമായി പാലിച്ചിരുന്ന യഹൂദ വിഭാഗത്തിലെ ഒരു കൂട്ടരാണ്. ചില പണ്ഡിതന്മാർ യോഹന്നാൻ കുമ്രാൻ വിഭാഗത്തിൽപ്പെട്ടവരോട് കൂടെ ആയിരിക്കാം സഹവസിച്ചത് എന്നും അഭിപ്രായപ്പെടുന്നുണ്ട്. യോഹന്നാന്റെ പ്രസംഗത്തിന്റെ കാതൽ സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീൻ എന്നതാണ്. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടുകൾ കോടാലി വെച്ചിരിക്കുന്നു, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിട്ട് കളയുന്നു എന്നിങ്ങനെ ശക്തമായ ഭാഷയിലായിരുന്നു യോഹന്നാൻ മാനസാന്തര പ്രസംഗങ്ങൾ. യോഹന്നാൻ സ്നാപകന്റെ ജനനം ജൂൺ 24 ആണ് എന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പുകഴ്ച പെരുന്നാളായി നമ്മൾ ജനുവരി 7-നെയും കാണുന്നു. ദൈവത്തിൻ്റെ കുഞ്ഞാടിനെ ലോകത്തിന് കാണിച്ചു കൊടുക്കുക എന്ന അടിസ്ഥാന ദൗത്യം യോഹന്നാൻ നിറവേറ്റുന്നു. ദൈവ ശുശ്രൂഷ ദൈവമഹത്വപ്പെടുത്തുന്നതിനും അവന് സാക്ഷികളാകുന്നതിനും അവസരമായി കാണുന്നു. ആ ദൗത്യത്തിൻ്റെ ലക്ഷ്യം ഞാനോ കുറയണം അവനോ വളരണം എന്നതാണ് എന്ന് യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 3-ാം അധ്യായം 30-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ഭയമില്ലാതെ അധാർമികതയ്ക്കെതിരെ ശബ്ദിക്കുന്ന യോഹന്നാന്റെ മാതൃക അനുകരണീയമാണ്.
സഹോദരന്റെ ഭാര്യയെ പരിഗ്രഹിക്കുന്നത് നിനക്ക് വിഹിതമല്ല എന്ന് യോഹന്നാൻ ഹെരോദാവിനോട് പറഞ്ഞിരുന്നു. മർക്കോസിന്റെ സുവിശേഷം 6:18 അത് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശിരച്ഛേദം ചെയ്യപ്പെട്ടു. സത്യത്തിനും നീതിക്കും വേണ്ടിയുള്ള പോരാട്ടമാണ് യോഹന്നാന്റെ ജീവിത ശൈലി. യോഹന്നാൻ മംദാനായുടെ പെരുന്നാളുകളിലെ പ്രാർത്ഥനകളിൽ ഹെരോദ്യ അവളുടെ മകളെ, അതായത് ശലോമിയെ, സത്യത്തിനും നീതിക്കും വിരോധമായി യോഹന്നാന്റെ തളികയിൽ തരണമെന്ന് പറഞ്ഞുകൊടുത്ത് പഠിപ്പിച്ചതുപോലെ കർത്താവെ, സത്യത്തിലും നീതിയിലും വിരോധമായി യാതൊന്നും ആവശ്യപ്പെടാനോ പ്രവർത്തിപ്പാനോ ഇടവരാതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. കർത്താവെ, കാരാഗ്രഹത്തിന് അടിമപ്പെട്ടാലും രാജകൽപ്പന ഉണ്ടായാലും അളവില്ലാതെ ലോകധനം ലഭിച്ചാലും സത്യത്തിന് വിരോധമായി വിചാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാതിരിപ്പാനും ധൈര്യമുള്ള ഹൃദയം കൃപയോടെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് അവിടെ പറയുന്നു. യേശു ക്രിസ്തുവിന് യോഹന്നാൻ മാമോദിസ നൽകിയതിനു ശേഷമാണ് ഹെരോദാവ് യോഹന്നാനെ കാരാഗ്രഹത്തിൽ അടയ്ക്കുന്നതും ഹെരോദ്യയുടെ താല്പര്യപ്രകാരം യോഹന്നാൻ മംദാനയുടെ ശിരച്ഛേദം നടക്കുന്നതും. ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിന് 1 വർഷം മുമ്പ്, അതായത് ഏതാണ്ട് AD 30 ഓഗസ്റ്റ് 29 തീയതിയാണ് ഈ ക്രൂരകൃത്യം നടന്നതെന്നും കരുതപ്പെടുന്നു. അരിത്താസിന്റെ മകളുടെ ഭർത്താവായ ഹെരോദാവുമായി ഹെരോദ്യയെ, അതായത് ഭാര്യയായി സ്വീകരിച്ചതിന് ശേഷം അരിത്താസ് യുദ്ധം ചെയ്ത് വിജയിക്കുന്നതിന് മുമ്പ് യോഹന്നാന്റെ ശിരച്ഛേദം നടന്നുവെന്ന് കരുതുന്നവരുണ്ട്. യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാർ അദ്ദേഹത്തിന്റെ ശരീരം സെബസ്ത്യയിൽ, അതായത് ശലോമിനരികെ ഐനോനടുത്ത് അടക്കം ചെയ്തതായും നമുക്ക് ചരിത്രത്തിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ യോഹന്നാൻ സ്നാപകൻ കർത്താവിന് വഴി കാട്ടിക്കൊടുത്തതുപോലെ നമുക്കും അവന്റെ വഴി കാട്ടിക്കൊടുക്കുവാൻ ദൈവം സംഗതിയാക്കട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ എല്ലാവരെയും ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.